യേശുവിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പ് പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. മിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 244 സന്ദേശം. പ്രിയമുള്ളവരെ, ഈ 244 സന്ദേശം ഏറ്റവും മിസ്റ്റിക്കലായിട്ടുള്ള, ഏറ്റവും തീവ്രമായിട്ടുള്ള, ഏറ്റവും ആഴമേറിയ ഒരു രഹസ്യം വെളിപ്പെടുത്തുകയാണ്. എന്നെ കൂടാതെ ഈശോയ്ക്കും അവിടുത്തെ കൂടാതെ എനിക്കും സന്തോഷമുള്ളവരായിരിക്കുവാൻ സാധ്യമല്ല. ഇത് അനേകം വിശുദ്ധര് ഇതിൻ്റെ ഒരു ഭാഗം പറയാറുണ്ട്. അങ്ങയിൽ വിലയം പ്രാപിക്കുവോളം എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നുവെന്ന് വിശുദ്ധ അഗസ്റ്റിനും, ക്രിസ്തു എൻ്റെ ജന്മാവകാശമായിരിക്കുന്നുവെന്ന് വിശുദ്ധ ക്ലാരയും, എൻ്റെ ദൈവമേ എൻ്റെ സർവസ്വവുമേ, അതായത് എൻ്റെ ദൈവം നീയാണ് എൻ്റെ സർവസ്വം എന്ന് അസിസിൽ വിശുദ്ധ ഫ്രാൻസിസും, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് അപ്പസ്തോലനായ വിശുദ്ധ തോമസ് ലേഹായും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുകയാണ്, എന്നെ കൂടാതെ ഈശോയ്ക്കും അവിടുത്തെ കൂടാതെ എനിക്കും സന്തോഷമുള്ളവരായിരിക്കുവാൻ സാധ്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ദൈവമായിരിക്കെ അവിടുന്ന് തന്നിൽ തന്നെ സന്തോഷവാനാണെന്നും അവിടുത്തേക്ക് ഒരു സൃഷ്ടിയുടെയും ആവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിശ്വാസിന് പറയാണ്, ദൈവത്തിന് എന്നെ കൂടാതെ സന്തോഷത്തിലായിരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ എനിക്കറിയാം, ദൈവം സർവ്വത്തിൻ്റെ സൃഷ്ടാവായതിനാൽ അവനൊരു മനുഷ്യൻ്റെ ആവശ്യമില്ല സന്തോഷമായിരിക്കാൻ. എങ്കിലും മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള ഉദാരത മൂലം തന്നെ തന്നെ സൃഷ്ടികൾക്ക് നൽകുവാൻ അവിടുത്തെ സ്നേഹം നിർബന്ധിക്കുന്നു. ദൈവം പിന്നെ എന്തുകൊണ്ടായിരിക്കും എന്നെ കൂടാതെ അവന് സന്തോഷമുള്ളവനായിരിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്തായിരിക്കും? അതിൻ്റെ കാരണം ഇതാണ്: ദൈവം തന്നെ തന്നെ പൂർണ്ണമായിട്ട് എനിക്ക് നൽകിയതിനാൽ അവൻ സ്വീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും ഈ ഒരു ദുഃഖം ഈശോയ്ക്കുണ്ട്. കാരണം ഞാൻ ചില കാര്യങ്ങൾക്ക് എൻ്റെ വില ഇട്ടിരിക്കുകയാണ്. അതായത് ഞാൻ മനുഷ്യൻ എൻ്റെ വില ഇട്ടിരിക്കുക. ഞാൻ ഈശോയാണെങ്കിൽ ഞാൻ നിനക്ക്, നീ മനുഷ്യനാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ വില ഇട്ടിരിക്കുക. അപ്പം നീ നഷ്ടപ്പെട്ടു പോയാലോ അത് ഞാൻ നഷ്ടപ്പെടുന്ന പോലെയാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞവൻ അതിനേക്കാൾ എത്രയോ ആഴമായിട്ട് അവനെ പോലെ തന്നെ എന്നെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് തിരുവചനം പറയുക, പിതാവേ അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചു എന്ന് ലോകം അറിയട്ടെ. ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സ്നേഹത്തിന് പരിധികളില്ല, പരിമിതികളില്ല. ആ സ്നേഹത്തിന് കുറവുകളില്ല. ആ സ്നേഹം പൂർണ്ണമാണ്. കാരണം അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ വാക്കാണ്, ദൈവത്തിൻ്റെ നിലപാടാണ്, ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവം ദൈവമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ എന്നെ അതുപോലെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹത്തിൽ പങ്കുപറ്റുന്ന ഞാൻ നഷ്ടപ്പെട്ടു പോയാലോ തീർച്ചയായിട്ടും അവൻ നഷ്ടപ്പെടുന്ന വേദന അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ എളിവിലൊരുവൻ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാവുന്നു തന്നതെന്ന് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് അവന് പകരമായിട്ട് നമ്മളെ തന്നെ അവൻ നിശ്ചയിച്ചിരിക്കുന്നത്, ചെയ്യുവാൻ ഉള്ള സൽപ്രവൃത്തികൾക്ക് വേണ്ടി മുൻകൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആണ് നമുക്ക് ഈശോയോട് പറയാം, ഈശോയെ ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. നീ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കാനുള്ള കൃപ എനിക്കും തരണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.